അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇന്നലത്തെ വീഡിയോയിലൂടെ അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്ക് ചോദ്യശരങ്ങളുണ്ട്, അതുപോലെ തന്നെ ചില കമൻറ്റുകൾ കാണുന്നുണ്ട്, അതുപോലെ നമ്മൾ യൂട്യൂബ് മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം നോക്കിയാൽ അവിടെ എമ്പുരാൻ മാത്രം. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം എമ്പുരാൻ വാർത്ത മാത്രം. അവസ്ഥയാണ്. പടം ഇറങ്ങി ഇത്രയും ദിവസമായിട്ടും എമ്പുരാൻ്റെ വാർത്തയ്ക്ക് യാതൊരു ശമനവും ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നത് എമ്പുരാനെ ഇഷ്ടപ്പെടുന്നവരെക്കാൾ കൂടുതൽ ഇപ്പം ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതെന്ന് പറയുന്നത് എമ്പുരാനെ വിമർശിക്കുന്നവർ തന്നെ. പല പുറംപൂച്ചുകളും അങ്ങനെ അങ്ങോട്ടോ ഇല്ലേ പറയുന്നത്, പുറത്ത് വന്നു തുടങ്ങി. അപ്പം ചില ചാനലുകൾ എഴുതി തള്ളാണിത്, മനഃപൂർവ്വം തള്ളാണ്. കാരണം 30 ദിവസമാകാതെ 30 ദിവസത്തിൻ്റെ പോസ്റ്റർ അടിച്ച് വിതരണം ചെയ്തിരിക്കുന്നു. 30 ദിവസം കൊണ്ട് 325 കോടി നേടിയെന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ നേടിയത് 30 ദിവസം കൊണ്ടല്ലല്ലോ, അതിന് കുറച്ച് ദിവസം കൊണ്ടല്ലേ. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, യഥാർത്ഥത്തിൽ മോഹൻലാലിനെ സ്നേഹിക്കുന്നവർ ഇവർ തന്നെയല്ലേ, ഈ വിമർശകർ തന്നെയല്ലേ. കാരണം ആൻ്റണി പെരുമാൾ എന്ത് വൃത്തികേടാണ് കാണിച്ചത്. 30 ദിവസം ആകാതെ 30 ദിവസത്തിൻ്റെ പോസ്റ്റർ അടിച്ച് വിതരണം ചെയ്തില്ലേ. യഥാർത്ഥത്തിൽ 25 ദിവസം കൊണ്ട് 325 കോടി നേടി എന്ന് അടിച്ചാൽ പോരായിരുന്നോ? പിന്നെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പോയത്? അപ്പോൾ ഈ മറ്റു ഭാഗം ചിന്തിച്ചപ്പോൾ എനിക്ക് വേറൊരു കാര്യം പിടികിട്ടി. ഇപ്പോൾ 25 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 24 ദിവസം കൊണ്ട് 325 നേടിയെന്ന് പറഞ്ഞ് ആൻ്റണി പെരുമാൾ പോസ്റ്റർ അടിച്ചിരുന്നെങ്കിൽ അന്നേരം ചോദിച്ചേനെ, ആ ബുക്കിംഗ് തുടങ്ങിയത് ഒരാഴ്ച മുമ്പല്ലേ, അങ്ങനെ വരുവാണെങ്കിൽ 30 ദിവസം അല്ലല്ലോ, അതിൽ കൂടുതൽ വരത്തില്ലേ എന്ന് ചോദിച്ചേനെ. എടാ, കരയിലും വെള്ളത്തിലും വയ്യ, ആ അവസ്ഥയാണ്. അപ്പോൾ എന്തൊക്കെ വന്നാലും ഇത് ഞങ്ങൾ വിമർശിക്കും എന്ന് ഈ ചില ആൾക്കാർ ഉറപ്പായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതാണ് ഈ പ്രശ്നം. ഞാനിത് പരിശോധിച്ച് നോക്കിയപ്പോൾ അതാണ് കാരണം. 325 കോടി കിട്ടിയെന്ന് അവർ പറയുന്നു. അത് പൂർണ്ണമായിട്ട് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്, വിമർശകർ പോലും വിശ്വസിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അത് ചില കോണികളിൽ നിന്ന് മാത്രമേ ഉള്ളൂ 325 കിട്ടിയിട്ടില്ല. കാരണം 365 കിട്ടിയിട്ടില്ലെന്ന് പറയുന്നത് മിക്കവാറും എല്ലാവരും ഈ ട്രാക്കർമാരുടെ റിപ്പോർട്ടൊക്കെ കാണുന്നവരാണ്. വിവരമുള്ളവർ നമ്മുടെ ചാനലുകളായാലും ട്രാക്കർമാരുടെ റിപ്പോർട്ടൊക്കെ കണ്ടു കഴിഞ്ഞാണ് ഇത്ര കിട്ടിയെന്നൊക്കെ പറയുന്നത്. അല്ലാതെ നമ്മളൊക്കെ അവിടെ പോയിരുന്ന് ഓരോ ടിക്കറ്റും എടുത്ത് എണ്ണി എത്ര രൂപ കിട്ടിയെന്നൊന്നും നോക്കാൻ പറ്റത്തില്ല. ഈ ട്രാക്കർമാർ വരുന്ന റിപ്പോർട്ട് തന്നെയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പം ചാനലുകളെല്ലാം കൃത്യമായിട്ട് നമുക്ക് വിവരം കിട്ടുന്നുണ്ട്. അപ്പോൾ എമ്പുരാനെ സംബന്ധിച്ച് നമ്മൾ സന്തോഷപൂർവ്വം കാണേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ട്രാക്കർമാർ പറയുന്ന കണക്കും ഇവരുടെ നിർമ്മാണ കമ്പനിക്കാർ പറയുന്ന കണക്കും ഏകദേശം തുല്യമായിട്ട് വന്നു. അതുകൊണ്ട് ഇത് 325 എന്നുള്ളൊരു വിശ്വാസമുള്ള സംഖ്യയായിട്ടാണ് പൊതുവേ എല്ലാവരും കരുതുന്നത്. പിന്നെ എന്തും വിമർശിക്കുന്നവർക്കും വിമർശിക്കാം. അപ്പം 325 കോടി കിട്ടിയില്ലേ? കിട്ടിയിട്ടുണ്ടല്ലോ. അത് 25 ദിവസമായാലും 30 ദിവസമായാലും കിട്ടാനുള്ളത് കിട്ടിയില്ലേ? പിന്നെ അതിനെന്തിനു വിമർശിക്കുന്നു? ഇനിയും കോടികളുടെ കഥയല്ല തള്ളുന്നത്. 25 ദിവസമായ സാധനം 30 ദിവസമായി എന്ന് ആൻ്റണി പെരുമാൾ പറയുന്നു. അതിന് അവർ പറയുന്ന ന്യായീകരണം എന്ന് പറഞ്ഞാൽ ബുക്കിംഗ് തുടങ്ങിയ ഡേറ്റ് മുതലാണ് ഞങ്ങൾ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ തെറ്റ്? എടാ, കുറ്റം കണ്ടുപിടിക്കാൻ തുടങ്ങിയാൽ കുറ്റം കണ്ടുപിടിക്കാനേ സമയം കാണത്തുള്ളൂ. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചില കാര്യങ്ങൾ പരിശോധിച്ചു. ഇപ്പം 365 കോടി, ഇപ്പം എനിക്ക് ഇന്നലെ ഒരു കമൻറ്റ് വന്നത് 365 കോടി കിട്ടിയാൽ ആ 365 കോടി നിർമ്മാതാവിൻ്റെ കൈ കിട്ടുമെന്ന് ചേട്ടൻ വിചാരിക്കല്ലേ എന്നാണ് പറഞ്ഞത്. എനിക്ക് അങ്ങനെ ഒരു വിചാരമേ ഇല്ല. എനിക്കതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കറിയാം. കാര്യം തന്നെയാണ് നമ്മൾ പറയുന്നത്. കേരളത്തിൽ നിന്ന് ഈ ചിത്രം ഏകദേശം 40 കോടിക്കടുത്ത് ഷെയർ നേടിയെന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ 125 കോടിയോളം ഷെയർ ലോകമെമ്പാടും നിന്ന് ഈ ചിത്രം ഷെയർ ഇനത്തിൽ കിട്ടിയിട്ടുണ്ട് നിർമ്മാതാവിനെന്ന് പറയുന്നത്. അതുപോലെ ഇതിൻ്റെ OTT അവകാശമൊക്കെ വിറ്റ് പോയേക്കുന്ന 60 കോടിക്ക് മുകളിലുള്ള തുക തന്നെയാണെന്ന് പറയുന്നത്. അങ്ങനെയൊക്കെയാണ് സിനിമ വിജയിച്ചോ ഇല്ലയോ എന്നാണ് കണക്ക് കൂട്ടുന്നത്. അല്ലാതെ ആരെങ്കിലുമൊക്കെ പറഞ്ഞിപ്പം മമ്മൂട്ടിയുടെ ബിഫൂക്ക എന്ന് പറഞ്ഞ് ചിത്രം 28 കോടി
മുടക്കി ബഡ്ജറ്റാണെന്ന് പറയുന്നു. അത് എനിക്ക് നേരിട്ട് അറിവൊന്നുമില്ല. ഇതിനകത്ത് പറയുന്ന ഓരോരുത്തരൊക്കെ പറയുന്നത് കേട്ടാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ഷെയർ ഏകദേശം കിട്ടിയിരിക്കുന്ന കേരളത്തിൽ നിന്ന് 5 കോടി രൂപ മാത്രമാണ്. അപ്പോൾ 28 കോടി മുടക്കി ചിത്രം നിർമ്മിച്ചു. അപ്പം വേൾഡ് വൈഡായിട്ട് അതിന് കിട്ടുന്നതുണ്ട്, OTT അവകാശമുണ്ട്. എല്ലാം കൂടെ പോയാലും ഇതിൻ്റെ മുടക്ക് മുതൽ തിരിച്ച് കിട്ടാൻ പാടാണെന്ന് പറഞ്ഞുകൊണ്ട് ആ പടം പൊട്ടിപ്പോയെന്ന് പറഞ്ഞു. അതിനാണ് എന്നെ ഏതോ ചീത്ത വിളിയായിരുന്നെന്നറിയോ, ആ രീതി ചീത്ത വിളിച്ചു പറഞ്ഞു. ഇപ്പം ഇതിൻ്റെ കണക്ക് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ധാരണ പ്രകാരമാണ് നമ്മൾ പറയുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ തന്നെ ഏകദേശം ഒരു മുടക്ക് മുതൽ കിട്ടും. ഇപ്പം ചില ആൾക്കാരൊക്കെ പറയുന്നത് ഇത് ആൻ്റണി പെരുമ്പാവൂർ കള്ളം പറയുന്നതാണെന്നേ. കാരണം 250 കോടി രൂപ, ഈ 250 കോടി എന്നൊക്കെ പറയുന്നത് എത്ര ഉണ്ടെന്ന് പോലും അറിയാവോ? അങ്ങ് ചിലരും തള്ളി വിട്ടോളൂ. അങ്ങ് എമ്പുരാൻ കണ്ടിട്ടുണ്ടോ? എമ്പുരാൻ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു 100 കോടി രൂപയ്ക്ക് മുകളിൽ മാത്രമേ മുടക്കാൻ സാധ്യതയുള്ളൂ. ഒരു 150 കോടിയൊക്കെ പൃഥ്വിരാജ് പറഞ്ഞോളാം എനിക്ക് യോജിപ്പ് കേട്ടോ. 141 കോടി മുടക്കിയെന്ന് സുരേഷ് കുമാർ പറഞ്ഞപ്പോൾ അത്രയൊന്നും ആയിട്ടില്ല, അതിൻ്റെയൊക്കെ താഴെ നിൽക്കത്തുള്ളൂ എന്നാണ് പൃഥ്വിരാജ് അഭിമുഖത്തിൽ പറഞ്ഞത്. അപ്പം എനിക്ക് തോന്നിയത് അത് തന്നെയാണ്, ഒരു 125-100 കോടി റേഞ്ച്. അപ്പോൾ ചിലവർ ചോദിക്കുന്നുണ്ട്, എന്നോട് ചോദിക്കുന്നുണ്ട് കൃത്യമായിട്ടുള്ള ഇത് പറഞ്ഞ്, എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തല്ലേ ഈ കാശ് കൊടുത്തത്, പിന്നെ ഞാനെങ്ങനെ കൃത്യമായിട്ടുള്ള കാര്യം പറയുന്നത്? എൻ്റെ പോക്കറ്റിലെ കാശ് എടുത്ത് കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് കൃത്യമായിട്ടുള്ള കണക്കുണ്ടായിരുന്നു. ഇപ്പം അതിന് കൃത്യമായിട്ട് കണക്കില്ല, എത്ര കിട്ടിയെന്ന് പോലും എനിക്കറിയില്ല. പിന്നെ ഈ ട്രാക്കർമാർ പറയുന്ന കണക്കുകളൊക്കെയാണ് നമുക്ക് വേദവാക്യം. നമ്മൾ ഈ യൂട്യൂബ് ചെയ്യുന്നുണ്ടേ. അപ്പം അങ്ങനെയൊക്കെയാണ് ഈ കഥ. അതുകൊണ്ട് ഈ 30 ദിവസം 25 ദിവസം ആയാലും 30 ദിവസം ആയാലും 325 കോടിയാണല്ലോ, അതിന് വലിയ മാറ്റമൊന്നുമില്ലല്ലോ. അതങ്ങനെ നിൽക്കട്ടെ. അത് തള്ളാണെന്ന് പറയുന്നവർക്ക് തള്ളാണെന്ന് പറയാം, തള്ളല്ലെന്ന് പറയുന്നവർക്ക് തള്ളല്ലെന്ന് പറയാം. ഇവിടെ ഒരു പടം ഇറങ്ങിയിട്ട് 10-30 ദിവസം ആയില്ലേ, അതിനെ അങ്ങ് വീട്. പുതിയ പടത്തിൻ്റെ പുറകെ പോവും. ഏപ്രിൽ 10 ഇറങ്ങി റിലീഫ് ചെയ്ത പടം ബഫൂക്കായും മരണമാഫും ആലപ്പുഴ ജിങ്ക, അതിൻ്റെ പുറകെ പോവും. മറ്റേതങ്ങ് വിട്ടുകളാ. ഇവിടെ മോഹൻലാലിനെ എനിക്കിഷ്ടമല്ല. മോഹൻലാലിൻ്റെ പടം പൊട്ടി എന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങേരെ വഴിക്ക് പോട്ടെ. കാരണം അങ്ങേർക്ക് ഇനിയും പണം കൊടുക്കണ്ട. അങ്ങേരെ പടം നിങ്ങളാരും കയറാനും പോകണ്ട, തീർന്നില്ലേ? അങ്ങേർക്ക് ജീവിതത്തിൽ ഇനി പടം കിട്ടത്തില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ഓക്കെ, കിട്ടണ്ട. അങ്ങേര് വേറെ ഏതെങ്കിലും ജോലി എടുത്ത് ജീവിക്കട്ടെന്നേ. അങ്ങേരെ വഴിക്ക് വീട്. ഇവിടെ ഒരു മനുഷ്യന് എന്ത് വാ തുറന്നാലും എല്ലാം പ്രശ്നമാണെങ്കിൽ എന്തോ ചെയ്യുമെന്നേ. എങ്ങനെ ജീവിക്കാൻ പറ്റും? മോഹൻലാലിൻ്റെ പോസ്റ്റർ ഇടാൻ പറ്റത്തില്ല. ഇവിടെ 25 ദിവസം എന്നുള്ളത് 30 ദിവസം ആക്കാൻ പറ്റത്തില്ല. കിട്ടിയ കളക്ഷൻ പറയാൻ പറ്റത്തില്ല. എല്ലാം പ്രശ്നം. അതുകൊണ്ട് ആ കൂട്ടരോട് എനിക്ക് പറയാനുള്ളത്, ഉള്ള സമയത്ത് പഴയ ആൾക്കാരൊക്കെ പറയുന്നില്ലേ, ഉള്ള സമയത്ത് രാമനാമമൊക്കെ ജപിച്ച് എവിടെങ്കിലും നാമം ജപിച്ചുകൊണ്ടിരിക്കാൻ പറയും. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ, ഉള്ള സമയത്ത് കരഞ്ഞു തീർക്കുന്നേ. അടുത്ത ചിത്രത്തിൻ്റെ കാര്യം നമുക്ക് ആലോചിക്കാനുള്ളൂ. കുറച്ച് നാളത്തേക്ക് വിശ്രമം എടുക്കുന്നത്. കാരണം 25 കഴിഞ്ഞ് അടുത്ത ചിത്രം ഇറങ്ങും. അതുവരെ പഴയ ചിത്രത്തിൻ്റെ പരാജയം മറക്കാൻ വേണ്ടി ഒന്ന് കരഞ്ഞു തീർക്ക്. ഈ കരച്ചിലെല്ലാം കൂടെ കൂട്ടി വെക്കാതെ, എന്നിട്ട് ചിരിച്ചു തീർക്കാതെ അവസാനം വിങ്ങിപ്പൊട്ടുന്ന ഒരവസ്ഥ വരും. അത് നമുക്ക് വളരെയധികം ദോഷമാണ്. നിങ്ങളുള്ള സ്നേഹം കൊണ്ട് പറയുക, നിങ്ങളെല്ലാവരും മനസ്സ് തുറന്നൊന്ന് നമുക്കിത് എമ്പുരാൻ വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഈ വിഷയം ഇവിടെ കൊണ്ട് തീർക്കാം. നമുക്ക് 25 മുതൽ അടുത്ത ചിത്രത്തിന് വേണ്ടി ഏറ്റുമുട്ടാനുള്ളതാണ്. നിങ്ങൾ ആരോഗ്യമാണ് എൻ്റെ പ്രധാനം. ഞാനിവിടെയൊക്കെ തന്നെ കാണും, നിങ്ങളും ഇവിടെയൊക്കെ തന്നെ കാണണം, പുതിയ കമൻറ്റും ഒക്കെ ആയിട്ട്. അപ്പം എല്ലാവരോടും എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട പുതിയ വിശേഷങ്ങളൊക്കെ വരുന്നിടം വരെ എമ്പുരാൻ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഇനി നിങ്ങൾക്ക് 30 ദിവസമെന്നോ 35 ദിവസമെന്നോ 60 ദിവസമെന്നോ അതൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങാം. ഇതിനിടയ്ക്ക് വേറെ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഇന്നലെ എമ്പുരാൻ്റെ കളക്ഷൻ വന്നപ്പോഴേ ചിരിക്കരുത്,
എമ്പുരാന് ബഫൂക്കക്കാട്ടിലും കൂടുതൽ കളക്ഷൻ ഉണ്ടെന്ന്. എമ്പുരാൻ്റെ കളക്ഷൻ 29 ലക്ഷം, ബഫൂക്കയ്ക്ക് അത്രയും വന്നില്ലെന്ന് ചിലവരൊക്കെ പറയുന്നുണ്ടേ. അപ്പം പുതിയൊരു വിശേഷമായി വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.